വന്യജീവി അക്രമത്തിൽ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച മാനദണ്ഡമുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നുണ്ട്. യഥാർത്ഥ അവകാശികളാണെന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർ പെട്ടുപോകുന്നു. പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നവർക്ക് മാത്രമേ അനന്തരാവകാശികൾക്കുള്ള അവകാശം കിട്ടൂ എന്നും അതുകൊണ്ടാണ് 2 തവണകളായി കൊടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ വനം വകുപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശത്രുവാണെന്നുള്ള നിലക്ക് ഞങ്ങൾ കാണുന്നത്. എന്താണ് നഷ്ടപരിഹാരം കൊടുത്തതിനുള്ള മാനദണ്ഡം? 10 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ തുക പൂർണ്ണമായും ഒരാൾക്ക് കൊടുക്കാൻ ഒക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നീടാണ് പിന്തുടർച്ചാവകാശം സംബന്ധിച്ച തർക്കം. അവകാശികൾ പിന്നീട് അന്നെല്ലാവരും വലിയ അനുകമ്പയും കാര്യം നമ്മളെ മുമ്പിൽ ധാരാളം അനുഭവമുണ്ട്. യഥാർത്ഥ അവകാശി ഞാനാണെന്നും എനിക്കത് കിട്ടിയില്ലെന്നും എന്ന് പറഞ്ഞ നിരവധി കേസുകൾ വന്നപ്പോൾ ആ കേസിൽ പെട്ടുപോകുന്നത് പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അതിനാണ് വനംവകുപ്പിൽ മാത്രമല്ല, പിന്തുടർച്ചാവകാശം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് മാത്രമേ എല്ലാ വകുപ്പിൽ നിന്നും അനന്തരാവകാശികൾക്കുള്ള അവകാശം കിട്ടുകയുള്ളൂ. അപ്പോൾ തുക പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് 2 ഗഡുവായി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ 1-ാം ഗഡു കൊടുത്തു തീർക്കാത്ത ആരുമില്ല. 90% ആളുകൾക്കും 2-ാം ഗഡു കൊടുത്തു. ബാക്കി 10% രേഖകൾ ഹാജരാക്കുന്ന മുറക്കാണ് കൊടുക്കേണ്ടത്.